മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പുതിയ ഭാഗത്തിലേക്ക് കിടക്കാം. ഇന്നലത്തെ ടോപ്പിക്കിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറയണതിന് മുന്നേ ടീച്ചർ ഒരു കൊളാഷ് കാണിച്ചു തരാം. ആ കൊളാഷിൽ നിന്ന് ഇന്ന് എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ. എല്ലാവരും കൊളാഷ് കണ്ടോ? എന്താണത്? എന്താണ്? അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പാക്കേജുകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ആ പിക്ചറിൽ നിന്ന്, ആ കൊളാഷിൽ നിന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പേര് പറഞ്ഞേ. ഏതാണ്? ടാലി. ഓക്കെ, ടാലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയുള്ള ഏതൊക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്താണ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനായി ടീച്ചർ ഒരു PPT കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് ആ PPT ഒന്ന് നോക്കൂ. അപ്പം നമുക്ക് എന്താണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. Accounting software describe a type of application software that record and process accounting transaction of business. അതായത് ഒരു ബിസിനസ്സിലുണ്ടാവുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പാക്കേജുകൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാലി, അതേപോലെ ഡാക് ഈസി, പീച്ച് ട്രീ, ബിസി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, സീറോ, ക്വിക്ക് ബുക്ക്, എക്സിക്യൂട്ടീവ് അക്കൗണ്ടിങ്, ATACC, അതേപോലെയുള്ള അക്കൗണ്ടിങ് പാക്കേജുകളാണ് ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്താണ്, കുറേ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുടെ നെയിം ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചു ഇല്ലേ? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ചെയ്യാൻ കഴിയുന്നത്? ഏതൊക്കെയാണ്? ഓക്കെ, ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യും. വെരി ഗുഡ്. പിന്നെന്താണ്? ലെഡ്ജേഴ്സുകൾക്ക് പേര് കൊടുക്കും. ഓക്കെ. പിന്നെന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്താണ്? റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസുകൾ, അപ്പോൾ കുറേ ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ആക്ടിവിറ്റീസുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? വൺ ടൈം ആക്ടിവിറ്റി എന്നും റിക്കറിംഗ് ആക്ടിവിറ്റി എന്നും. ഏതൊക്കെയാണ്? വൺ ടൈം ആക്ടിവിറ്റീസ് എന്നും റിക്കറിംഗ് ആക്ടിവിറ്റീസ്. വൺ ടൈം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ തവണ ചെയ്യണ ആക്ടിവിറ്റീസുകൾ. വെരി ഗുഡ്. ഒരൊറ്റ തവണ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ തവണയാണോ എഴുതണത്? അല്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ ആക്ടിവിറ്റിയാണ്. എന്നാൽ ലെഡ്ജർ അക്കൗണ്ടിന് പേര് കൊടുക്കുക. ഫർണിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെഡ്ജർ, ക്യാഷ് അക്കൗണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ലെഡ്ജറിന് പേര് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോഴും ചെയ്യുന്നുണ്ടോ? ഓൾറെഡി ആ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കുന്നുണ്ടാവും? ലെഡ്ജറിന് ഫസ്റ്റ് തന്നെ എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും? ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഡിഫറെന്റ് ലെഡ്ജേഴ്സുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതൊരു ഒരൊറ്റ തവണ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരൊറ്റ തവണ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളെ ആയിരിക്കും എന്തെന്ന് പറയണത്? വൺ ടൈം ആക്ടിവിറ്റി എന്ന് പറയണത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ റിക്കറിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിക്കറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടീൻ ആയിട്ട്, റെഗുലർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇന്റർവെലിന്റെ ബേസ് ചെയ്തിട്ട് ചെയ്യണ ആക്ടിവിറ്റീസുകളായിരിക്കും റിക്കറിംഗ് ആക്ടിവിറ്റി എന്ന് പറയണത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റിപ്പോർട്ട്സുകൾ ഉണ്ടാക്കുക. റെഗുലർ ഇന്റർവെല്ലില് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ എന്തുണ്ടാക്കും? അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ അക്കൗണ്ടിങ് റെക്കോർഡ്സുകളാണ്? ജേണൽ, ലെഡ്ജർ, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്? റിക്കറിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അക്കൗണ്ടിങ് ലെഡ്ജറിന് പേര് കൊടുക്കുക എന്നതാണ് പറഞ്ഞേക്കുന്നത്. അതാണ് വൺ ടൈം ആക്ടിവിറ്റി. ലെഡ്ജർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ലേ ലെഡ്ജർ? അപ്പൊ അത്
ലെഡ്ജർ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തിട്ട് ലെഡ്ജർ ഉണ്ടാക്കണത് അതൊരു റിക്കറിങ് ആക്ടിവിറ്റി ആണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പെസിഫിക് ഇന്റർവെല്ലിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളെയായിരിക്കും റിക്കറിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഏതൊക്കെയാണ് ആക്ടിവിറ്റി എന്നാ പറഞ്ഞത്? റിക്കറിങ് ആക്ടിവിറ്റി, പിന്നെ എന്താ അതിന് മുന്നേ എന്താ പഠിച്ചത്? വൺ ടൈം ആക്ടിവിറ്റി. അപ്പൊ ആ രണ്ട് ആക്ടിവിറ്റി ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് ആക്ടിവിറ്റികൾ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുവരും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, അതായത് നെയിം ഓഫ് ഡിഫറെന്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇത്തരത്തിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ചെയ്യാൻ കഴിയുക? ഏതൊക്കെയാണ്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസുകൾ എൻ്റർ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. പിന്നെന്താണ്? റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. പിന്നെന്താണ്? ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസുകൾ ഓക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ഡിഫറെന്റ് ലെഡ്ജേഴ്സിന് നെയിം കൊടുക്കാൻ പറ്റും. ഓക്കെ. അത്തരത്തിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസുകൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? ഇങ്ങനെ രണ്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലെ ഇത്തരം ആക്ടിവിറ്റീസുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? വൺ ടൈം ആക്ടിവിറ്റി ആൻഡ് റിക്കറിങ് ആക്ടിവിറ്റി. ഏതൊക്കെയാ? വൺ ടൈം ആക്ടിവിറ്റി, ഒരൊറ്റ തവണ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളായിരിക്കും വൺ ടൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റിക്കറിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് സ്പെസിഫിക് ഇന്റർവെല്ലിൽ ചെയ്യുന്ന അത്തരം ആക്ടിവിറ്റീസുകളായിരിക്കും എന്തെന്ന് പറയണത്? റിക്കറിങ് ആക്ടിവിറ്റി എന്ന് പറയണത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ വൺ ടൈം ആക്ടിവിറ്റീസിന് ഏതൊക്കെയാ? ഇപ്പൊ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ എൻ്റർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസുകൾ മാറ്റി മാറ്റി എൻ്റർ ചെയ്യോ? ഇല്ല. എന്താണ്? ഒരൊറ്റ തവണ എഴുതുള്ളൂ അല്ലേ? നമ്മൾ ഒറ്റ തവണയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ അല്ലേ? അതെ. അപ്പോ അത്തരം ട്രാൻസാക്ഷൻസ് അല്ല അത്തരം കാര്യങ്ങൾ. പിന്നെന്താണ്? ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ്, ഡിഫറെന്റ് ലെഡ്ജറിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യോ? ഇല്ല. അത് ഒരൊറ്റ തവണ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെന്താണ്? അക്കൗണ്ടിങ് പീരീഡ്സില് ഇപ്പൊ ആദ്യത്തെ കുറച്ചു കാലം ഒരു അക്കൗണ്ടിങ് പീരീഡ് യൂസ് ചെയ്യുക, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും ഒരു അക്കൗണ്ടിങ് പീരീഡ് മാറ്റുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അക്കൗണ്ടിങ് പീരീഡ്സുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരൊറ്റ തവണയെ എൻ്റർ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ. അത്തരത്തിൽ ഒരൊറ്റ തവണ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളായിരിക്കും വൺ ടൈം ആക്ടിവിറ്റി എന്ന് പറയണത്. മനസ്സിലായോ? ഓക്കെ. എന്നാൽ ഏതൊക്കെയാണ് റിക്കറിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻസുകൾ എൻ്റർ ചെയ്യുക, അതൊരു റിക്കറിങ് ആക്ടിവിറ്റി ആണ്. പിന്നെന്താണ്? റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യുക, അതൊരു റിക്കറിങ് ആക്ടിവിറ്റി അല്ലേ? അതെ. ഒരു സ്പെസിഫിക് ഇന്റർവെല്ലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഓരോ പീരീഡ് കഴിയുമ്പോഴും ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സുകളും സ്റ്റേറ്റ്മെന്റ്സുകളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊരു റിക്കറിങ് ആക്ടിവിറ്റി ആണ്. അപ്പോ ഈ എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കൗണ്ടിങ് ആക്ടിവിറ്റീസുകളെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ആക്ടിവിറ്റീസുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സോഫ്റ്റ്വെയറിലെ ആക്ടിവിറ്റീസുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? വൺ ടൈം ആക്ടിവിറ്റി ആൻഡ് റിക്കറിങ് ആക്ടിവിറ്റി. വൺ ടൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ തവണ ചെയ്യുന്നതിനായിരിക്കും വൺ ടൈം ആക്ടിവിറ്റി എന്ന് പറയണത്. അതിന്റെ പേരിൽ തന്നെ പറയുന്നുണ്ട് വൺ ടൈം ആക്ടിവിറ്റി എന്നാണ് പറയണത്. ഓക്കെ. റിക്കറിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഒരു റെഗുലർ ഇന്റർവെൽ കഴിഞ്ഞാൽ ചെയ്യുന്ന, ഒരു സ്പെസിഫിക് പീരീഡിന് ശേഷം ചെയ്യുന്ന, അല്ലെങ്കിൽ റൊട്ടീൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും റിക്കറിങ് ആക്ടിവിറ്റി. അതിനുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്?
ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുക, പിന്നെന്താണ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ആക്ടിവിറ്റി, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന 2 ആക്ടിവിറ്റീസുകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ടീച്ചർ ഇനി അടുത്തതായിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോനെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. അതിനുശേഷം ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കാണണം. ഓക്കെ? We rely on our computers for many different things. We trust them to keep our information safe, including our files and personal data. That's why it's important to protect your computer and do your best to keep it running smoothly. Here are some tips that can help. One of the biggest threats to computer safety is malware. Malware is any type of software that's designed to damage your computer or gain unauthorized access to your personal info. This can include viruses, spyware, Trojan horses, and other malicious software. Windows computers, Macs, and even Chromebooks can get malware. To protect your computer, you should use an antivirus program like Kaspersky, Norton, or the built-in Windows Defender. This helps prevent viruses from being installed and also lets you scan your computer and remove any viruses that are found. Keep in mind, no antivirus program is perfect. To stay safe, you should still avoid suspicious-looking ads or downloads. Run regular updates to your antivirus program and also run updates to your operating system. To keep your computer running smoothly, the latest version of Windows offers a couple useful features, including storage sense and defragment and optimize drives. You can access both of these in settings, or you can find them using the search bar. When you turn it on, Storage Sense helps you free up space on your hard drive by scanning for temporary files and other files that can be deleted. Once on, it will run automatically in the background. Older versions of Windows offer a similar feature called Disk Cleanup. Defragment and optimize drives rearranges the data on your hard drive to help your computer run faster and more efficiently. It should be running automatically on a weekly basis, but you can easily check or change the schedule anytime. If something bad does happen to your computer, you could lose all of your important files. To prevent this, you should back up your computer regularly. One option is to buy an external hard drive and copy your files to it. To make this process even easier, you can use software like Windows Backup or Time Machine if you're using a Mac. Of course, if something happens to your computer and your backup drive, you'll still lose all of your files. For more security, you can use an online backup service like iDrive or Carbonite. You may have to pay a monthly fee to use these services, but the advantage is that your files will stay safe in the cloud no matter what happens to your computer. Following these tips can help you protect your computer and keep your information safe. You can rest easy knowing that all of your files will be there when you need them. GCF Global, creating opportunities for a better life. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ടോ? കണ്ടുല്ലേ? അപ്പോ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ്? സെക്യൂരിറ്റി. അപ്പൊ നിങ്ങൾക്ക് കയ്യിലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഇല്ല. ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും, ഇല്ലേ? നിങ്ങളുടെ പാരന്റ്സിന്റെ കയ്യിൽ ഫോണില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഫോണുകൾ എങ്ങനെയാണ് സെക്യൂർഡ് ആയിട്ട് വെക്കുക? ഇങ്ങനെയാണ് പാസ്വേഡ് വെക്കും. പിന്നെന്താണ്? ഫേസ് ലോക്ക്, ഓക്കെ, തമ്പ് ലോക്ക്, ഓക്കെ. അപ്പോൾ ഇത്തരം ഡിഫറെന്റ് ലോക്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അങ്ങനെയെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ സെക്യൂർഡ് ആയിട്ട് വെക്കാം? അതിന് എന്തുണ്ടായിരിക്കും? പാസ്വേഡ് വെക്കാറുണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ നിങ്ങൾ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് സെക്യൂരിറ്റി വെച്ചിട്ട് നിങ്ങൾ ലോക്ക് ചെയ്യാറുണ്ട്. ആന്റി വൈറസുകൾ കയറ്റാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? ഓക്കെ, അത്തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ,
അപ്പൊ ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ സെക്യൂരിറ്റി കൊടുക്കണം? ഡാറ്റ ലോസിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ടീച്ചർ ഒരു PPT കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ആ PPT ഒന്ന് നോക്കൂ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെ സെക്യൂരിറ്റി ഫീച്ചറാണ് പാസ്വേഡ് സെക്യൂരിറ്റി. നിങ്ങൾക്കൊക്കെ അറിയണ കാര്യമാണ് പാസ്വേഡ് സെക്യൂരിറ്റി എന്താണെന്ന്. അതായത് ഒരു പാസ്വേഡ് വെച്ചിട്ട് ഒരു നമ്മുടെ മൊബൈലാണെങ്കിൽ ആ മൊബൈലിനെ സെക്യൂർഡ് ആക്കുന്ന രീതിയായിരിക്കും പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാസ്വേഡ് ഈസ് ദ കോഡ് ടു allow access to the system and data. അതായത് ഈ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ അതൊരു കോഡായിരിക്കും. ആ കോഡ് അടിച്ചു കൊടുത്താലാണ് ആ സിസ്റ്റം നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് എനാബിൾ യൂസർ ടു അക്സസ് ദ സിസ്റ്റം ആൻഡ് ഡാറ്റ. ഇറ്റ് ഡിഫൈൻ ദ യൂസർ റൈറ്റ് അക്കോർഡിംഗ് ടു ദ പോളിസി ഓഫ് ഓർഗനൈസേഷൻ. ഇൻ അതർ വേർഡ്, ദ പേഴ്സൺ ഇൻ എൻ ഓർഗനൈസേഷൻ ത്രൂ ദ പാസ്വേഡ് ഗീവ് അക്സസ് ദ പർട്ടിക്കുലർ ഡാറ്റ അതർവൈസ് നോട്ട്. അതായത് ഈ പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെ. എന്താണ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ? ഒരു കോഡാണ്. ആ കോഡ് എന്താണ്? ആ കോഡ് അറിയണ ആൾക്കാർക്ക് ആ ഒരു സിസ്റ്റം അക്സസ് ചെയ്യാനായിട്ട് പറ്റും, ആ സിസ്റ്റത്തിന് തുറക്കാനായിട്ട് പറ്റും. അറിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തുറക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായിരിക്കും? ആ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു കോഡിനെ ആയിരിക്കും എന്തെന്ന് പറയണത്? പാസ്വേഡ് എന്ന് പറയണത്. പാസ്വേഡ് ഈസ് ദ കോഡ് ടു allow access to the system and data. ഡാറ്റേനെയും സിസ്റ്റത്തിനെയും അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യുന്ന ഒരു കോഡിനെ ആയിരിക്കും പാസ്വേഡ് എന്ന് പറയണത്. ഓക്കെ, അടുത്ത എന്താണ്? ഡാറ്റ ഓഡിറ്റ്. ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഈ ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഡാറ്റ ഓഡിറ്റ് ചെയ്യുമ്പോൾ ആരാണ് അവിടെ മാനിപ്പുലേഷൻ നടത്തിയേക്കണത്, എന്ത് മാനിപ്പുലേഷനാണ് ഒരു ഡാറ്റയിൽ ഉണ്ടാക്കിയേക്കണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് സെക്യൂരിറ്റി ചെക്ക് എനാബിൾ ആസ് ടു നോ ആസ് ഹൂ ആൻഡ് വാട്ട് ചേഞ്ചസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ഒറിജിനൽ ഡാറ്റ. ഒറിജിനൽ ഡാറ്റയിൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടായിക്കണതെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഡാറ്റ വോൾട്ട്. ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സെക്യൂരിറ്റി മെക്കാനിസം വിച്ച് എ സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ്. ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡീഷണൽ സെക്യൂരിറ്റി ഫീച്ചറാണ് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. കമ്മ്യൂണിക്കേഷനിൽ ഒരാൾക്ക് മറ്റൊരാൾക്കായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ആ സെൻഡ് ചെയ്യണ സമയത്ത് അവിടെ ഒരു ഡാറ്റ ചേഞ്ച് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സെൻഡ് ചെയ്യണ ആൾ, ഇപ്പം ഞാൻ വേറൊരു കുട്ടിക്കാണ് സെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ആ കുട്ടിക്കും, ഞാൻ ആർക്കാണോ അയക്കണത് ആ കുട്ടിക്ക് മനസ്സിലാവണ രീതിയിൽ മാത്രമായിട്ട് ഞാൻ അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊരു വേറൊരു ഫോർമാറ്റിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാവണ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. അത്തരത്തിൽ അങ്ങനെ ഫോർമാറ്റിലേക്ക് മാറ്റണതായിരിക്കും എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ സ്കാമ്പിൾ ദ ഇൻഫോർമേഷൻ so that it become different or rather impossible to make interpretation. അതായത് ഒരാൾക്ക് അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഈവൺ ഇഫ് ദ ഡാറ്റ റീച്ച്ഡ് ഇൻ ദ റോങ് ഹാൻഡ്. അതായത് വേറൊരാൾക്കാണ് ആ ഡാറ്റ കിട്ടിയെങ്കിലും ദ റിസീവർ ഓഫ് ദ ഡാറ്റ കനോട്ട് ബി ഡീകോഡ് ഓർ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഞാൻ സെൻഡ് ചെയ്തിട്ട് എൻ്റെ അമ്മയ്ക്കാണ്, എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നതിന് പകരം വേറൊരാൾക്കാണ് കിട്ടിയെങ്കിൽ പോലും എനിക്കും എൻ്റെ അമ്മയ്ക്കും അറിയാവുന്ന ഒരു കോഡ് വെച്ചിട്ടാണ് ഞാനതിനെ എൻക്രിപ്റ്റ് ചെയ്തേക്കണത്. പക്ഷെ വേറൊരു ആൾക്ക് ആ കോഡ് അറിയില്ല. അപ്പോൾ ഡാറ്റ എന്തോ മാറ്റം വന്നിട്ട് വേറൊരാൾക്കാണ് കിട്ടിയെങ്കിൽ പോലും അയാൾക്കത് മനസ്സിലാവില്ല, ആ കോഡ് അയാൾക്ക് മനസ്സിലാവില്ല എന്നാണ് പറയണത്. അപ്പോൾ അത്തരത്തിൽ ഒരു എൻക്രിപ്ഷൻ വെച്ചിട്ട് ആ ഡാറ്റനെ സെക്യൂർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. മനസ്സിലായില്ലേ? ഈ 3 സെക്യൂരിറ്റി ഫീച്ചറാണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന് ഉണ്ടായിരിക്കുക. ഓക്കെ,
എല്ലാവർക്കും എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ നടത്താന്ന് വിചാരിക്കണോ? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറയണം. അതിനനുസരിച്ച് ടീച്ചർ അതിൽ ടിക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് നോട്ട് എൻ അക്കൗണ്ടിങ് പാക്കേജ്. ഇതിൽ ഏതാണ് അക്കൗണ്ടിങ് പാക്കേജ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടാലി, പീച്ച്ട്രീ, വിഷ്വൽ ബേസിക് എന്നാണ് 3 ഓപ്ഷൻ. അപ്പോൾ ഏതാണ് ആൻസർ? വിഷ്വൽ ബേസിക്, അതാണ് ആൻസർ. ബാക്കി രണ്ടും അക്കൗണ്ടിങ് പാക്കേജുകളാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് ദ കോഡ് ടു allow access to the system and data. ഡാഷ് ഈസ് ദ കോഡാണ് ടു allow access to the system and data. ഒരു കോഡ് സിസ്റ്റത്തിനെ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡിനെ ഡാഷ് എന്നാണ് പറയുന്നത്. പാസ്വേഡ്, സെക്യൂരിറ്റി, ഡാറ്റ, ഓഡിറ്റ്, ഇതിൽ ഏതാണ് ആൻസർ? ഏതാണ്? പാസ്വേഡ്, സെക്യൂരിറ്റി, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആർ ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽ, ടൈപ്പ് ഓഫ് ലെഡ്ജർ എക്സെട്ര. ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണ് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ? ഓർഗനൈസേഷൻ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യണതും ടൈപ്പ് ഓഫ് ലെഡ്ജർ ക്രിയേഷൻ നടത്തുന്നതൊക്കെ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണ് എന്നാണ് ചോദിക്കുന്നത്. വൺ ടൈം ആക്ടിവിറ്റി ആണോ റിക്കറിങ് ആക്ടിവിറ്റി ആണോ? വൺ ടൈം ആക്ടിവിറ്റി, കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സെക്യൂരിറ്റി ചെക്ക് എനാബിൾ as to know as to who and what changes has been made in the original data. ഒറിജിനൽ ഡാറ്റയിലെ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ ആരാണ് മാറ്റം വരുത്തിയത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ചെക്കിന് എന്തെന്നാണ് പറയണത്? ഡാറ്റ ഓഡിറ്റ് എന്നാണോ ഡാറ്റ വോൾട്ട് എന്നാണോ? ഡാറ്റ ഓഡിറ്റ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് ഡൺ ത്രൂ ദി ഡാറ്റ എൻക്രിപ്ഷൻ. ഡാറ്റ എൻക്രിപ്ഷനിലൂടെ എന്താണ്? നമ്മൾ ഡാറ്റ ഓഡിറ്റ് എന്താണെന്ന് പഠിച്ചു, പാസ്വേഡ്, സെക്യൂരിറ്റി എന്താ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഡാറ്റ വോൾട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനൊക്കെ എല്ലാവരും നന്നായിട്ട് വൃത്തിക്ക് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ടീച്ചർ നാളേക്ക് ഒരു കുഞ്ഞ് ഹോംവർക്ക് തരുവാണ്. അതായത് നിങ്ങൾ കുറെ അക്കൗണ്ടിങ് പാക്കേജുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ ടീച്ചർ ലിസ്റ്റ് ചെയ്തത് കണ്ടില്ലേ? കണ്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 10 അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർനെറ്റ് വഴി നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കുറച്ച് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ, അവിടെ നിന്ന് ലിസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ആ 10 അക്കൗണ്ടിങ് പാക്കേജുകളുടെ പേര് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരണം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ഹവറിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.